ഹായ് ഗായ്സ്, എല്ലാവർക്കും സ്മാർട്ട് സ്പോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2024 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറായിട്ട് നിയമിതനായിരിക്കുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. 22ാമത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ, അത് മറക്കരുത്. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇദ്ദേഹം ബീഹാറിലെ ഗവർണറായിരുന്നു. കേരളത്തിലെ ഗവർണറാവുന്നതിന് മുന്നേ ബീഹാറിലെ ഗവർണറായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച മലയാളത്തിലെ മഹാകവി MT വാസുദേവൻ നായർ. മഞ്ഞ്, അസുരവിത്ത്, രണ്ടാമൂഴം, കാലം, നാലുകെട്ട് തുടങ്ങിയ പ്രശസ്തമായിട്ടുള്ള നോവലുകളെല്ലാം രചിച്ചിരിക്കുന്നത് MT വാസുദേവൻ നായരാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് നോവലാണ് വാരണാസി. 2002 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് നോവലാണ് വാരണാസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇന്ത്യ. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് ഇന്ത്യ. 2024 സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സ് വേദി കോഴിക്കോട്. 2024 സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സ് വേദി കോഴിക്കോട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് സർവീസസ്. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് സർവീസസ്. ടോട്ടൽ 7 പ്രാവശ്യമാണ് കേരളത്തിന് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം ലഭിക്കുന്നത്. ആദ്യമായിട്ട് ലഭിച്ചത് 1973. നെക്സ്റ്റ്, കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. കേരള ടെക്നോളജി എക്സ്പോ എന്ന് പറയുന്നത് മലബാർ മേഖലയിലെ വളർന്നു വരുന്ന സാങ്കേതിക വ്യവസായത്തിനെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യവസായത്തിൽ ലോക ശ്രദ്ധ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി വരുന്ന ഒരു പ്രോഗ്രാമാണ് കേരള ടെക്നോളജി എക്സ്പോ എന്ന് പറയുന്നത്. അതിൻ്റെ വേദി കോഴിക്കോടാണ്. നെക്സ്റ്റ്, 1 കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് 10% നികുതി ഈടാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച സംസ്ഥാനമാണ് കർണാടക. 1 കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് 10% നികുതി ഈടാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കർണാടക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രനിലിറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ്. ചന്ദ്രനിലിറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ്. 1972 ശേഷം അപ്പോളോ 17 ശേഷം ചന്ദ്രനിലെത്തുന്ന ആദ്യ US ദൗത്യമാണ് ഒഡീസിയസ്. അപ്പോൾ US ദൗത്യമാണ് ഒഡീസിയസ്. നെക്സ്റ്റ്, ത്രിരാഷ്ട്ര അഭ്യാസമായ ദോസ്തിയുടെ 16ാം പതിപ്പിന് വേദിയായത് മാലിദ്വീപ്. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സൈനിക അഭ്യാസമാണ് ദോസ്തിയുടെ 16ാം പതിപ്പിന് വേദിയായത് മാലിദ്വീപാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൻ്റെ സംസ്ഥാന ഐക്കൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ശുഭ്മാൻ ഗിൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൻ്റെ സംസ്ഥാന ഐക്കൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ശുഭ്മാൻ ഗിൽ. 38ാമത് മുല്ലൂർ പുരസ്കാരത്തിന് 2024 അർഹനായത് K രാജഗോപാൽ. 38ാമത് മുല്ലൂർ പുരസ്കാരത്തിന് 2024 അർഹനായത് K രാജഗോപാൽ. 25,001 രൂപയും പ്രശസ്തി പത്രവുമാണ് മുല്ലൂർ പുരസ്കാരത്തിൻ്റെ സമ്മാന തുകയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ K രാജഗോപാലിൻ്റെ പതികാലം എന്ന് പറയുന്ന കൃതിക്കാണ് മുല്ലൂർ പുരസ്കാരം ലഭിക്കുന്നത്. നെക്സ്റ്റ്, 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കൊല്ലം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കൊല്ലം. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. നെക്സ്റ്റ്, അടുത്തിടെ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 525. അടുത്തിടെ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയമാണ് 525. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണിദാസൻ.
നെക്സ്റ്റ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന. MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത് MT വാസുദേവൻ നായർ. MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത് MT വാസുദേവൻ നായർ. നെക്സ്റ്റ്, വിങ്സ് ഇന്ത്യ 2024 വേദി ഹൈദരാബാദ്. വിങ്സ് ഇന്ത്യ 2024 വേദി ഹൈദരാബാദ്. നെക്സ്റ്റ്, യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യ. നെക്സ്റ്റ്, 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവി കുമാരനാശാൻ. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവിയാണ് കുമാരനാശാൻ. നെക്സ്റ്റ്, ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സർവശക്തി. അപ്പോൾ ഓപ്പറേഷൻ സർവശക്തി എന്താണ്? ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സർവശക്തി. ലാസ്റ്റ് വൺ, 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകനാണ് ബസവേശ്വരൻ.